രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗികാരോപണ വിവാദത്തിൽ രാഹുലിന്റെ ചാറ്റും കൂടുതൽ ശബ്ദരേഖയും പുറത്ത്. പെൺകുട്ടി ഗർഭിണിയാകണമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ചാറ്റിൽ പറയുന്നുണ്ട്. വാട്സാപ്പ് ചാറ്റ് ആണ് പുറത്തു വന്നിരിക്കുന്നത്. ഷഫീദ് റാവുത്തറാണ് വിവരങ്ങളുമായി ചേരുന്നത്. ഷഫീദ്, എന്തൊക്കെ കാര്യങ്ങളാണ് പുതിയ തെളിവുകളായി പുറത്തു വരുന്നത്? ദിൽന, നമുക്കറിയാം, അതായത് കുറച്ച് മാസങ്ങൾക്ക് മുൻപാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരായിട്ടുള്ള ലൈംഗിക ആരോപണ വിവാദം വരുന്നത്. അതിനുശേഷം അദ്ദേഹം പിന്നീട് അക്കാര്യത്തെക്കുറിച്ച് കാര്യമായ പ്രതികരണമൊന്നും നടത്തിയില്ല. മാത്രമല്ല, അദ്ദേഹം തിരികെ മറുപടി പറഞ്ഞത് ഇക്കാര്യത്തിൽ ആർക്കെങ്കിലും പരാതി ഉണ്ടോ, അതല്ലെങ്കിൽ പരാതിയുമായിട്ടൊക്കെ ആരെങ്കിലും വരട്ടെ എന്നൊക്കെയുള്ളതായിരുന്നു. മാത്രമല്ല, ഒളിച്ചോടാൻ താൻ തയ്യാറല്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുകയും ചെയ്തിരുന്നു. അന്നും ചില ശബ്ദരേഖകൾ അടക്കമുള്ള കാര്യങ്ങളാണ് പുറത്തു വന്നത്. എന്നാൽ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ കൂടുതൽ വെട്ടിലാക്കുന്ന തരത്തിലേക്കുള്ള ചില കാര്യങ്ങൾ, ചില വാട്സപ്പ് ചാറ്റുകളുടെ സ്ക്രീൻഷോട്ടുകൾ, ചില ഓഡിയോ രേഖകൾ ഉൾപ്പെടെ ഇപ്പോൾ പുറത്തു വരുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. മാത്രവുമല്ല, അതിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ആ പെൺകുട്ടിയോട് സംസാരിക്കുന്ന രീതി അത് ഏതെങ്കിലും തരത്തിൽ ജനപ്രതിനിധിക്ക് ചേരുന്ന രീതിയാണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ അത് ഉയരുകയും ചർച്ചയാവുകയും ചെയ്യും. സ്വാഭാവികമായും ഈ ചാറ്റുകൾ പുറത്തേക്ക് വരുമ്പോൾ ആ രീതിയിൽ അത് വ്യക്തമാക്കുന്ന തെളിവുകളും ചാറ്റുകളും ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഗർഭമലസിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അതിൽ അക്കാര്യത്തിൽ ആ വാട്സപ്പ് ചാറ്റിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഏറ്റവും പ്രധാനമായും അത് രാഹുൽ മാങ്കൂട്ടത്തിൽ ആ പെൺകുട്ടി അതിനുശേഷം അയക്കുന്ന ചില കാര്യങ്ങളാണ്. അതിൽ പറയുന്നുണ്ട്, ഈ പ്രഗ്നന്റ് ആകാൻ റെഡിയാകൂ. അതിന് മറുപടിയായ പെൺകുട്ടി മറ്റൊരു കാര്യം പറയുന്നുണ്ട്. അതിനുശേഷം ഗർഭിണിയാക്കണം, അതായത് നമുക്ക് കുഞ്ഞ് വേണം, ഗർഭിണിയാക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ. അതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ആ വാട്സപ്പ് സന്ദേശത്തിൽ പറയുന്ന കാര്യം എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. മാത്രമല്ല, ഇനി രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം ഈ മറ്റു ചില കാര്യങ്ങൾ, അത് അവരുടെ ഒരു ഓഡിയോ രേഖയാണ്. ഓഡിയോ രേഖ അല്പസമയത്തുള്ളിൽ നമുക്ക് ടെലികാസ്റ്റ് ചെയ്യാൻ കഴിയും. ആ പെൺകുട്ടി പറയുന്നുണ്ട്, അമ്മയ്ക്ക് അറിയാവുന്ന ഡോക്ടറാണ്, അതുകൊണ്ടാണ് പേടി. രാഹുൽ തിരിച്ചു പറയുന്നു, എവിടെയാണ് പോകുന്നത്? പെൺകുട്ടി അപ്പോൾ പറയുന്നു, എനിക്ക് വയ്യാതെ ഇരിക്കുകയാണ്, ഛർദി ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളുണ്ട്. രാഹുൽ അപ്പോൾ തിരികെ പറയുന്നു, പൊന്നു സുഹൃത്തെ, യാഥാർത്ഥ്യബോധത്തിൽ സംസാരിക്കൂ, ഡ്രാമ കാണിക്കുന്നവരെ തനിക്ക് ഇഷ്ടമല്ല എന്നുള്ളതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചു പറയുന്ന മറുപടി. അതിന് പെൺകുട്ടി പറയുന്നത്, എന്ത് ഡ്രാമയാണ്, എനിക്ക് വയ്യാതെ ഇരിക്കുകയാണ്, വീട്ടിൽ പോകാൻ കഴിയുന്നില്ല. ഇതിനുള്ള രാഹുലിന്റെ മറുപടി അതൊരു തെറിയാണ്, അതും ഒരു ജനപ്രതിനിധിക്ക് ചേരുന്ന രീതിയിലുള്ള കാര്യമാണോ എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. മാത്രവുമല്ല, അതിനുശേഷം ആ ശബ്ദരേഖയിൽ പറയുന്ന മറ്റു കാര്യങ്ങൾ, ഗർഭനിരോധന ഗുളിക കഴിക്കരുതെന്ന് നിർദ്ദേശിച്ചു രാഹുൽ മാങ്കൂട്ടത്തിൽ, കൊല്ലാക്കൊല ചെയ്യരുതെന്ന് യുവതി അപേക്ഷിച്ചു, കുഞ്ഞിനെ ഇല്ലാതാക്കണമെന്ന് രാഹുൽ നിരന്തരം നിർബന്ധിക്കുന്നതും ആ ശബ്ദരേഖയിലുണ്ട്. ഈ ഗർഭധാരണത്തിന് ശേഷം യുവതി അകപ്പെട്ടത് ഗുരുതരമായിട്ടുള്ള ആരോഗ്യ സാഹചര്യത്തിലാണെന്ന് ആ യുവതി വെളിപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ കൂടി ആ ശബ്ദരേഖയിലുണ്ട്. മാത്രമല്ല, ഈ ഗർഭനിരോധന മാർഗങ്ങളില്ലാതെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ നിർബന്ധിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിലാണെന്ന് വ്യക്തമാക്കുന്ന ചില സംഭാഷണങ്ങളും അത് ഈ രേഖയിലുണ്ട്. അത്രത്തോളം തീവ്രമായിട്ടുള്ള അല്ലെങ്കിൽ അത്രത്തോളം ഞെട്ടലുണ്ടാക്കുന്ന സംഭാഷണങ്ങൾ തന്നെയാണ് ഇതെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ വിഷയത്തിൽ കൂടുതൽ കുരുക്കാവുകയാണ്. നിലവിൽ അദ്ദേഹം ഇപ്പോൾ പ്രതികരിക്കാതെ പിന്മാറുന്ന അദ്ദേഹത്തിന്റെ അടവ് നയം അത് ഏതെങ്കിലും തരത്തിൽ ഇനി അദ്ദേഹത്തിന് ഫലിക്കുമോ എന്നുള്ള കാര്യം അറിയില്ല. മാത്രമല്ല, ഇതിനെ എങ്ങനെ കോൺഗ്രസ് പ്രതിരോധിക്കും? കേവലം സസ്പെൻഡ് ചെയ്തു, പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു എന്നുള്ള കേവല ന്യായീകരണം കൊണ്ട് രാഹുലിനെ ഏതെങ്കിലും തരത്തിൽ ന്യായീകരിക്കാൻ കോൺഗ്രസിന് കഴിയില്ല. കാരണം പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലടക്കം രാഹുലിന്റെ പങ്കാളിത്തം, രാഹുലിന്റെ ചില ഇടപെടലുകൾ, സ്ഥാനാർത്ഥി പ്രഖ്യാപന വേദിയിലടക്കം രാഹുലിന്റെ സാന്നിധ്യം അതൊക്കെ വലിയ തരത്തിൽ ചർച്ചയാവുകയായിരുന്നു. ആ ഘട്ടത്തിൽ കൂടിയാണ് രാഹുൽ ചില മറുപടികൾ പറയുന്നത്. മാത്രവുമല്ല, ഈ ഗർഭനിരോധന ഗുളിക കഴിക്കരുതെന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്ന ചില ശബ്ദരേഖകൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ദിൽന, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.